സർവകലാശാലയിൽ വൈസ് ചാൻസലറെ തടഞ്ഞ സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. 2 സെനറ്റ് അംഗങ്ങളും കേസിലെ പ്രതികളാണ്. BCA വാഹനത്തിൽ തടഞ്ഞുവെച്ചെന്നും യാത്ര തടസ്സപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ നൽകിയ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. എസ് ശാലിനി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കേരള സർവകലാശാലയിൽ അരങ്ങേറിയത് SFIയുടെ ഗുണ്ടായിസം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഏതൊക്കെ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്, എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ശാലിനി. അശ്വതി, 2 SFI പ്രവർത്തകർക്കെതിരെയും ഒപ്പം തന്നെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെയുമാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് VC കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ SFI പ്രവർത്തകർ തടഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സെനറ്റ് യോഗത്തിൽ VC സ്വീകരിച്ച നടപടികളിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം പോവുകയും ചെയ്തത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും VC ഡോക്ടർ മോഹൻ കുന്നുമേലിനെ ഇത്തരത്തിൽ SFI പ്രവർത്തകർ ഹരാവോ ചെയ്യുന്നതിന് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തത്. ആ പ്രതിഷേധത്തിനെതിരെയും ഒപ്പം തന്നെ VCയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞതിലും VCയുടെ വാഹനം തടഞ്ഞതിനൊപ്പം തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇപ്പോൾ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന മറ്റ് SFI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള SFIയുടെ നേതാക്കന്മാർക്കെതിരെയാണ് ഇപ്പോൾ ഈ കേസ് ഔദ്യോഗികമായി എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാനോ മറ്റ് നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കേരള സർവകലാശാലയിൽ സംസ്കൃതം അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ PhD നൽകുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പൺ ഡിഫൻസിൽ ഇടയിലുണ്ടായ ചില പരാമർശങ്ങൾ, ചില തർക്കങ്ങൾ, ഇതൊക്കെയാണ് പിന്നീട് VCക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. VCയെ പൊതുമധ്യത്തിലും ഒപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് വെച്ചും തടയുന്ന രീതിയിലുള്ള സമാനമായ സംഭവങ്ങൾ SFI സൃഷ്ടിക്കുകയും ചെയ്തത്. ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിലും ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷം ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് VC ക്യാമ്പസിനുള്ളിൽ നിന്നും സർവകലാശാല ആസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ വാഹനം പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് ഏകദേശം അരമണിക്കൂറിലധികമായി അദ്ദേഹത്തിന്റെ യാത്രാ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി SFI പ്രവർത്തകർ അദ്ദേഹത്തിനെ അസഭ്യം പറയുകയും ചെയ്തത്. ഈ അസഭ്യം പറഞ്ഞതിലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും ഔദ്യോഗിക വാഹനം തടഞ്ഞതിലും അടക്കം ഗുരുതര സ്വഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രജിസ്ട്രാർ പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് സർവകലാശാല ആസ്ഥാനത്ത് VCയെ തടഞ്ഞപ്പോൾ നോക്കുകുത്തിയായി നിന്ന പോലീസ് സംവിധാനം. ആ സംവിധാനം ഇക്കാര്യത്തിലും അത്തരത്തിൽ നോക്കുകുത്തിയായി തന്നെ നിൽക്കുമെന്നുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും VCക്കെതിരെ വിമർശനം ഉന്നയിച്ച് VCയെ തടഞ്ഞ സർവകലാശാലയിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച SFIയുടെ ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഉടനടി മറ്റ് നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലേക്ക് സർവകലാശാല രജിസ്ട്രാർ കൂടി കടക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അശ്വതി. എസ് ശാലിനി, അങ്ങനെ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറെ തടഞ്ഞ സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. 2 സെനറ്റ് അംഗങ്ങളും കേസിലെ പ്രതികളാണ്.